എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രശസ്തി കണ്ടല്ല വിവാഹം ചെയ്തത്. എല്ലാ പെൺകുട്ടികളും മോശക്കാരികളാണോ? റാഫിയുമായി വേർപിരിഞ്ഞെന്ന മഹീന. സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയായ കപ്പിൾ ആണ് നടൻ റാഫിയും വ്ലോഗറായ മഹീന മുന്നയും. ഇപ്പോൾ ഇവർ വേർപിരിഞ്ഞു എന്ന വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് വ്ലോഗർ മഹീന മുന്ന. റാഫിയുടെ പ്രശസ്തി കണ്ടല്ല വിവാഹം ചെയ്തത്. കോമഡി ചെയ്യുന്ന ആൾ എപ്പോഴും അങ്ങനെയാണ് എന്ന് വിചാരിക്കരുതെന്ന് അവർ മഹീന മുന്ന പറയുന്നു. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതിലാണ് ഈ കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നത്. ജീവിക്കണമെങ്കിൽ താൻ തന്നെ കഷ്ടപ്പെടണമെന്ന് വ്ലോഗിൽ പറഞ്ഞു. എൻ്റെ ജീവിതം ചർച്ചാ വിഷയമാക്കാൻ താല്പര്യമില്ല. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതിനാലാണ് ഈ വ്ലോഗ് ചെയ്യുന്നത്. എന്തുകൊണ്ട് എന്തുകൊണ്ട് വേർപിരിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഇടയിലുള്ള കാര്യമാണ്. അത് എനിക്കും എല്ലാവരോടും പറയാൻ താല്പര്യമില്ല. പലരുടെയും ജീവിതം പലതാണ്. ഞാൻ ദുബായിൽ വന്നതിന് ശേഷം അവൾ മാറിയെന്ന് പറയുന്നവരുണ്ട്. അതിനുശേഷം ഞാൻ അവനെ ഒഴിവാക്കിയെന്ന് പറയുന്നവരുമുണ്ട്. അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാനാവില്ല. കാരണം അതിലെ സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ. അതെല്ലാവരോടും പറഞ്ഞ് ചർച്ചാ വിഷയമാക്കാനും താല്പര്യമില്ല. യു.എയിൽ വരുന്ന എല്ലാ പെൺകുട്ടികളും മോശക്കാരികളാണോ? 90-95% ആളുകൾ ഇവിടെ വരുന്നത് ജോലി ചെയ്യാനാണ്. സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് എല്ലാവരും വരുന്നത്. എന്നെ അറിയുന്നവർ അത് പറയില്ല. അതെനിക്ക് എന്നിലുള്ള വിശ്വാസമാണ്. എന്നെ അറിയാത്തവർക്ക് ഞാനൊരു അപരിചിതനായതിനാൽ മറ്റുള്ളവർക്ക് എന്തും പറയാം. ഞാനിപ്പോൾ ഒരു കാര്യം പറയാനാണ് വന്നത്. ഞങ്ങൾ വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത്. പിന്നെ കാരണം ചോദിച്ചാരും വരേണ്ടതില്ല. അവൾ അവനെ തേച്ചതാണെന്ന് പല കമന്റുകളും വന്നേക്കാം. അതെന്താ പെൺകുട്ടികൾ മാത്രമാണ് തേക്കുന്നത്? ഇങ്ങനെ പറയുന്നതിന് പല അർത്ഥങ്ങളും ഉണ്ടാകും. ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ കാരണം ആ ഒരു ബന്ധം വേണ്ട എന്ന് വെക്കുന്നവർ ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാൽ അത് വേണ്ട എന്ന് വയ്ക്കുന്നവരും ഉണ്ടാകും. എന്താണ് എന്നുള്ളത് ആരെയും ബോധ്യപ്പെടുത്താൻ താല്പര്യമില്ല. തേക്കുക എന്ന് പറയുന്നത് ചതിക്കുന്നത് തന്നെയാണല്ലോ, അല്ലേ? അത് ആൺകുട്ടികൾക്കും പറ്റും. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും 100% നല്ലവരല്ല. രണ്ട് വ്യക്തികൾക്ക് ഒപ്പം ജീവിക്കാനാകൂ എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ബന്ധം മുന്നോട്ട് പോകുന്നത്. എത്ര നോക്കിയിട്ട് അതിന് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ബന്ധം അവസാനിപ്പിക്കുക. അങ്ങനെ ബന്ധം നിർത്തിയവരാണ് ഞങ്ങൾ. അതിന് കാരണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും പറയാൻ താല്പര്യമില്ല. അതുപോലെ റിയൽ ലൈഫും രണ്ടും രണ്ടാണ്. ഒരുപാട് വീഡിയോസ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എൻ്റെ സന്തോഷങ്ങൾ എന്താണോ അത് ഞാൻ കാണിച്ചു. അത് കാണിക്കുന്നവരിലൂടെ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവർ എനിക്കൊപ്പം നിന്നത്. വിഷമങ്ങൾ പുറത്തു കാണിക്കുന്നവരോട് താല്പര്യമില്ല. റാഫിയുടെ പ്രശസ്തി കണ്ട് വിവാഹം ചെയ്തതാണ് എന്ന് പലരും പറയുന്നുണ്ട്. എന്താണ് പ്രശസ്തി എന്ന് പറയുന്നത്? അതിന് പിന്നിൽ ഒരു ജീവിതമുണ്ട്. ഇത് എപ്പോൾ വേണമെങ്കിലും പോയേക്കാവുന്ന ഒരു കാര്യമാണ്. പണമുണ്ടെങ്കിൽ പോലും അത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാം. ഒരുപാട് പേര് നീ പ്രശസ്തി കണ്ടല്ലേ വിവാഹം ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നീ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. ഞങ്ങൾ ഇഷ്ടപ്പെട്ട് വിവാഹിതരായവരാണ്, അല്ലാതെ പ്രശസ്തി കണ്ട് കല്യാണം കഴിച്ചവരല്ല. എനിക്ക് എൻ്റെ ലൈഫ് നോക്കിയേ പറ്റുകയുള്ളൂ. എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ തന്നെ കഷ്ടപ്പെടണം, അല്ലാതെ ഞാൻ ഇവിടെ വന്നത് കൊണ്ടാണ് എന്ന് വിചാരിക്കരുത്. കോമഡി ചെയ്യുന്ന ആൾ എപ്പോഴും അങ്ങനെയാണ് എന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെടുന്ന വീഡിയോ ചെയ്യുന്ന നടൻ ജീവിതത്തിൽ അങ്ങനെയാണെന്ന് കരുതരുത്. അവർക്കും വേറൊരു മുഖമുണ്ട്, വേറൊരു ലൈഫുണ്ട്, മഹീന പറഞ്ഞു. സീരിയലുകളുടെ കോമഡി ഷോയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് റാഫി. തീപ്പൊരി ബെന്നി, ആനന്ദ്, ശ്രീബാല എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2022 റാഫിയുടെ മഹീനയുടെ വിവാഹം. ഈ വർഷമാണ് മഹീന ദുബൈയിലേക്ക് താമസം മാറ്റിയത്. അടുത്തിടെ മഹീന റാഫി എന്ന പേര് മാറ്റി മഹീന മുന്ന എന്നാക്കിയതും ആരാധകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ടാറ്റ.